അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയ മുഹിബ്ബീങ്ങളെ, മുഅ്മിനീങ്ങളായ നാം അല്ലാഹുവിൻ്റെ അടിമകളാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളെ നിറവേറ്റുകയും അള്ളാഹു നിരോധിച്ച കാര്യങ്ങളെ വെടിയുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ കടമ. ഇതിനിടയിൽ നാം ശ്രദ്ധിക്കേണ്ടത് അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളെയാണ്. പരീക്ഷണങ്ങളിൽ വിജയിക്കുക എന്നുള്ളതാണ് ഒരു മുഅ്മിനിൻ്റെ വിജയം. മഹാരഥന്മാരായ അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരുമെല്ലാം പരീക്ഷണങ്ങൾക്ക് വിധേയപ്പെട്ടവരാണ്. ഇവരെല്ലാം പരീക്ഷണങ്ങളിൽ വിജയിച്ചവരാണ്. പരീക്ഷണങ്ങളെ അതിജയിക്കാത്തവർ പരാജിതരിൽപ്പെട്ടവരാണ്. മഹാനായ കലിമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഒരു പ്രാവ് വന്ന് പരാതിപ്പെടുകയുണ്ടായി. തന്നെ ആക്രമിക്കാൻ ഒരു കഴുകൻ ഒരുങ്ങിത്തിരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രാവിൻ്റെ പരാതി. പ്രാവിൻ്റെ പരാതി കേട്ട് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്തംഭിതനായിരുന്നു. ഈ സമയം അപേക്ഷ കേട്ട മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കഴുകനോട് പ്രാവിനെ താൻ ഒന്നും ചെയ്യരുത് എന്ന മട്ടിൽ അപേക്ഷിച്ചപ്പോൾ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ആ കഴുകൻ ഒരു മറുപടി പറയുകയുണ്ടായി. നിങ്ങൾക്ക് എന്ത് അധികാരമാണ് എൻ്റെ ഭക്ഷണം വിലക്കാൻ? നിങ്ങൾക്ക് അല്ലാഹു തആല അതിന് അധികാരം നൽകിയിട്ടുണ്ടോ എന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ആ കഴുകൻ ചോദിക്കുകയാണ്. ഈ സമയത്ത് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, നിനക്ക് ഭക്ഷണം വേണമെങ്കിൽ എൻ്റെ തുടയിൽ നിന്ന് അല്പം മാംസം എടുത്തോളൂ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പറച്ചിൽ കേട്ട് കഴുകൻ പറയുകയുണ്ടായി, നിങ്ങൾ ഇച്ഛിക്കുന്നതല്ല, നിങ്ങൾ ഇഷ്ടപ്പെടുന്നതല്ലല്ലോ എൻ്റെ ഭക്ഷണം. ഞാൻ ഇഷ്ടപ്പെടുന്ന, ഞാൻ തിരഞ്ഞെടുക്കുന്ന വസ്തുവാണ് അല്ലാഹു തആല എനിക്ക് ഭക്ഷണമാക്കി നിയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ തുടയുടെ മാംസമല്ല ആവശ്യമുള്ളത്. ഒന്നല്ലെങ്കിൽ പ്രാവ്, അല്ലെങ്കിൽ നിങ്ങളുടെ 2 കണ്ണുകൾ എനിക്ക് വേണം എന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയുമ്പോൾ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്തംഭിച്ചു പോകുന്നു. അള്ളാഹുവിൻ്റെ പരീക്ഷണമാണെന്ന് മനസ്സിലാക്കി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ കഴുകന് തൻ്റെ കണ്ണുകൾ എടുക്കുന്നതിന് വേണ്ടി ഒരുങ്ങി നിൽക്കുന്നു. ഈ സമയത്ത് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കിടന്നുകൊടുത്തു. ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന പ്രാവും അവിടെ ഉണ്ടായിരുന്ന കഴുകനും അപ്രത്യക്ഷമാവുന്നു, അവിടെ കാണാതെയാവുന്നു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ആ സന്തോഷ വാർത്ത അറിയിച്ചു. അള്ളാഹുവിൻ്റെ പരീക്ഷണത്തിൽ അങ്ങ് വിജയിച്ചിരിക്കുന്നു എന്നുള്ളത്. മുഹിബ്ബീങ്ങളെ, മുഅ്മിനീങ്ങളെ, റബ്ബ് തആല നമുക്കൊരുപാട് പരീക്ഷണങ്ങൾ നൽകും. ഈ പരീക്ഷണങ്ങളിലെല്ലാം വിജയിക്കുക എന്നുള്ളതാണ് നമ്മുടെ ബാധ്യത. ഒരു രോഗം വരുമ്പോഴേക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോഴേക്ക് ഈമാൻ വ്രണപ്പെടുന്ന രീതിയിലുള്ള സംസാരങ്ങളും അഭിമുഖങ്ങളും നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു, നമുക്ക് സുപരിചിതമാണ്. പ്രത്യേകിച്ച് യുക്തിവാദികളും നിരീശ്വരവാദങ്ങളും ഉടലാടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ സമയത്ത് മുഅ്മിനീങ്ങളായ നമുക്ക് ഇത്യാദി വിഷയങ്ങളിലെല്ലാം പ്രബുദ്ധത കൈവരിക്കേണ്ടതുണ്ട്. അല്ലാഹു തആല നമുക്ക് അവൻ നൽകുന്ന മുഴുവൻ പരീക്ഷണങ്ങളിലും വിജയിച്ച് മുത്തഖിയായി മുഅ്മിനായി ജീവിക്കാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.